മലയാളികളുടെയൊക്കെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം ആ ന്യൂസ് എത്തി. ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഓരോ പ്രഖ്യാപനം എത്തുമ്പോഴും നമ്മൾ ചെക്കൻ ടീമിനെടുക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മളോട് ബഹളം കൂട്ടതൊക്കെ വെറുതെ ആയില്ല. അവസാനം എത്തുന്നിടത്ത് എത്തി. വേൾഡ് കപ്പിൻ്റെ സ്ക്വാഡ് വന്നപ്പോൾ അതിൽ സഞ്ജു ഉണ്ടാവും നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അത് വരുന്നിടം വരെ സഞ്ജു ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഏതായാലും അങ്ങനെ നമ്മുടെ സഞ്ജു സാംസൺ വേൾഡ് കപ്പ്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് ചരിത്രത്തിലേക്ക് രണ്ടാമതായിട്ടൊരു മലയാളി കൂടെ വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സച്ചിൻ വിരമിച്ച ശേഷം ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു വർത്തമാനമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതിന് പ്രാധാന്യം വളരെയധികം കുറഞ്ഞായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചായിട്ട് ഓർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്നത് നമ്മളായാലും ഒരുപാട് നേരത്തെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം തന്നെ സച്ചിൻ ഔട്ടാകുമ്പോൾ ടി വി നിർത്തുന്ന ആ കാലത്തുണ്ടായിരുന്ന ഞങ്ങളെപ്പോലുള്ളവർ ഒക്കെ ഒരുപാട് പേര് ക്രിക്കറ്റ് കാണലൊക്കെ അവസാനിപ്പിച്ചു. ഒരുപാട് പേര് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്തു. കൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ ഫുട്ബോൾ ടീമും വന്നു. അപ്പം ഒരുപാട് പേര് ഫുട്ബോളിലേക്ക് മാറിപ്പോയായിരുന്നു. പക്ഷേ ആ മാറിപ്പോയ എല്ലാ ജനതയും ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പകുതി ആളുകൾ ക്രിക്കറ്റിനെ കുറിച്ച് അറിയ പോലും ഇല്ല. പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലായിടത്തും എവിടെ നോക്കിയാലും ക്രിക്കറ്റ് 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 എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത ഇനി മാറി വരാൻ സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ സഞ്ജു ഇന്ത്യൻ ടീമിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരാളവിടെ കളിക്കുമ്പോൾ നമുക്കൊരു നോട്ടം ഉണ്ടാവും. അത് ഏത് ഇപ്പോൾ ഇത്രയും വലിയൊരു ടീമിൽ കളിക്കുമ്പോൾ എന്തായാലും നമുക്കൊരു നോട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വേൾഡ് കപ്പോട് കൂടി വീണ്ടും നാട്ടിൽ ക്രിക്കറ്റ് തരംഗം വീണ്ടും തിരിച്ചു വരും. അറിയില്ല സഞ്ജു ആദ്യ 11 കളിക്കുമോ ഇല്ലെന്നുള്ള. ഇപ്പം BCCIയുടെ ഭാഗത്തുനിന്നുള്ള വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആദ്യ വിക്കറ്റ് കീപ്പറായിട്ടാണ് സഞ്ജുവിനെ എടുത്തു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇനിയുള്ള IPL പ്രകടനം അതിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇനിയുള്ള IPL ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജു എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, പന്ത് എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ആദ്യത്തെ 11 പ്രഖ്യാപിക്കത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം വേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു നന്നായിട്ട് കളിക്കുക, IPL രാജസ്ഥാൻ വീണ്ടും ഒരു കപ്പെടുത്ത് കൊടുക്കുക നന്നായിട്ട് സ്വന്തം പ്രകടന മികവിലൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഉറപ്പായിട്ടും സഞ്ജുവിനെ ആദ്യ 11 തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ മലയാളി ഉള്ളപ്പോൾ ഒരു വേൾഡ് കപ്പ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. കാരണം അറിയാം, ശ്രീശാന്ത് പണ്ട് കളിച്ച സമയത്ത് 2020 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കണ്ട് ഇരുന്ന് അവസാനം മിസ്ബാഹുൽ ഹക്ക് ആ പന്ത് പൊക്കിയടിച്ച് 6 പോയി എന്ന് ഓർത്തെടുത്തത് നമ്മുടെ ചെക്കൻ പോയി, നമ്മുടെ ശ്രീശാന്ത് പോയി ക്യാച്ച് എടുത്ത് ആ കളി ജയിച്ചൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ട് എത്ര ആസ്വദിച്ചാണ്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇന്ത്യ 50 ഓവർ വേൾഡ് കപ്പ് അടിച്ചപ്പോഴും അവിടെയും ഉണ്ടായിരുന്ന മലയാളി സാന്നിധ്യമായ നമ്മുടെ ശ്രീശാന്ത്. അതിനുശേഷം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിലേക്ക് ഒരു മലയാളിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വർഷം USA വെസ്റ്റ് ഇൻഡീസും നടക്കുന്ന മത്സരത്തിൽ വേൾഡ് കപ്പിൽ ഫൈനലിലെത്തിയിട്ട് നമ്മുടെ മലയാളി പയ്യൻ്റെ ഒരു നല്ല പ്രകടനം കണ്ട് വേൾഡ് കപ്പ് തൂക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. സഞ്ജു ചേട്ടൻ പന്ത് പിടിച്ചോ? നമ്മുടെ RRന്റെ പാട്ട് ഏതാ? ഹല്ലോ ബോൾ. കൊഞ്ചം അങ്ങനെ കളിക്കണേ. ഹല്ലാ ബോൾ ഹല്ലാ ബോൾ ഹല്ലാ ബോൾ ഹല്ലാ ബോൾ കൊഞ്ചം നല്ല ബോൾ. പോയി. സഞ്ജു ചേട്ടന് ഉമ്മ കൊടുക്കണ്ടോ?